ഇപ്പോൾ സനീഷ് കുമാർ ജോസഫ് MLA നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. MLA, ഈ കാര്യത്തെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് ലഭിക്കുന്ന വിവരം? വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോ സംഭവിച്ചത്. കേരളത്തിലെ പോലുള്ള ഒരു സ്ഥലത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പട്ടാപ്പകലാണ് ഇത്തരത്തിൽ മോഷ്ടാക്കള് ബാങ്കിൽ കയറി മോഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി 15 ലക്ഷത്തോളം രൂപ കവർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഒരു ബൈക്കിൽ വന്ന ഒരാള് ആണിത് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും കേരളത്തെ പോലുള്ള ഒരു സ്ഥലത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇന്ന് കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ വന്നിട്ടുള്ള ഒരു വീഴ്ചയാണ്. ഇതുപോലെയുള്ള മോഷ്ടാക്കളും ഇതുപോലെയുള്ള ഗുണ്ടകളും ഇതുപോലെയുള്ള ആളുകളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കുറെ കൂടി പോലീസ് സംവിധാനം ശക്തിപ്പെടുത്തുകയും നല്ല മിടുക്കുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇത്തരം കാര്യങ്ങൾ MLA പോലീസുമായോ അല്ലെങ്കിൽ ബാങ്ക് അധികൃതരുമായോ ഒക്കെ സംസാരിക്കാൻ സാധിച്ചിരുന്നു? അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായ ഒരു ചിത്രം MLA കിട്ടിയിട്ടുണ്ടോ? അല്ല, അവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ ഒരാൾ വന്ന് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അവിടെ ജീവനക്കാരുടെ എണ്ണം കുറവാണ്. അപ്പൊ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അവരെ ബാത്റൂമിൽ പൂട്ടിയിട്ട് പണം കവർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. 15 ലക്ഷത്തോളം രൂപ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പോലീസ് ഒരു ബൈക്കിലാണ് മോഷ്ടാവ് വന്നിട്ടുള്ളത്. പോലീസ് CCTV കാര്യങ്ങളും ഒക്കെ നോക്കി എല്ലാ സ്ഥലങ്ങളിലും അലർട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് പോലീസ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ശരി, ഇത്രയും കാര്യങ്ങളാണ് അങ്ങേക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നന്ദി. സനീഷ് കുമാർ ജോസഫ് MLA ആണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ പ്രേക്ഷകരോട് കാര്യങ്ങൾ പങ്കുവച്ചത് 24-ലൂടെ.